ഈ സമരത്തിന് സാഹചര്യമൊക്കെയാണ് ഒരുക്കിയത്. കഴിഞ്ഞ 5 വർഷക്കാലമായി ചാലക്കുടി താലൂക്കിലെ റേഷൻ വിതരണം അവതാളത്തിലാണ്. റേഷൻ വിതരണം നടത്തുന്ന കരാർ ഏറ്റെടുത്ത കരാറുകാരൻ കോടികളുടെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾ ഇപ്പോൾ ഇവിടെ റേഷൻ കടക്കാരാണ്. റേഷൻ കടകളിലേക്കൊന്നും അരി എത്താത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഈ സമരം നടത്തേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരു ഭരണപക്ഷ യന്ത്രമായി താങ്കൾക്ക് ഇങ്ങനെ സംരക്ഷിക്കേണ്ടി വരും. അപ്പോൾ പാർട്ടിയുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തിയിരുന്നു. ഭരണകക്ഷി അംഗം എന്നുള്ളതല്ല, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ ഇടപെടുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട ഒരു കാര്യം. ഈ വിഷയം ആദ്യം സമരത്തിലേക്ക് പോവുകയല്ലേ ചെയ്തത്. ഈ വിഷയം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്ന സിവിൽ സപ്ലൈസിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവരുമായി ഒത്തുകളിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടികൾ പോകുമ്പോൾ സമരത്തിലേക്ക് പോകേണ്ടി വരും. ഗവൺമെന്റ് പറഞ്ഞാലും ഉദ്യോഗസ്ഥർ അനുസരിക്കാത്തൊരു ഉദ്യോഗസ്ഥന്മാർ അവർ ചെയ്യേണ്ട ചുമതലകൾ ചെയ്യുന്നില്ല. അവർ കരാറുകാരന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. കാലങ്ങളായിട്ട് ഇവിടെ ഈ ജനങ്ങൾക്ക് അവകാശപ്പെട്ട അരി തട്ടിയെടുക്കുന്ന ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടോ? ഉദ്യോഗസ്ഥരും കരാറുകാരും ചേർന്ന്? തീർച്ചയായിട്ടും. ഇപ്പോൾ ബിനാമി പേരുകളിൽ ഒരു റേഷൻ കടയിൽ ഏതെങ്കിലും തരത്തിലൊരു റേഷൻ കട അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂർ താലൂക്കിൽ ഈ കരാർ ഏറ്റെടുത്ത് ബിനാമി പേരിൽ നടത്തുന്ന ആളുടെ പേരിൽ 35 റേഷൻ കടകൾ അയാളുടെ ബന്ധുക്കളുടെ, അയാളുടെ സുഹൃത്തുക്കളുടെ പേരിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു പഞ്ചായത്തിൽ തന്നെ വലിയ ഡിസ്ക്രിമിനേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പഞ്ചായത്തിൽ അയാൾക്ക് ഇഷ്ടമുള്ള റേഷൻ കടകളിൽ മാത്രം അരി ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള റേഷൻ കടകളിലേക്ക് അരി കൊടുക്കുന്ന സാഹചര്യമില്ല. അയാളുമായി സഹകരിക്കാത്ത എല്ലാ റേഷൻ കടകളെയും ഉപദ്രവിക്കുന്ന ഒരു സമീപനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് കരാറുകാരൻ അറിയാൻ ജനങ്ങൾക്ക് അവകാശമില്ല. കരാറിൽ സിസിലി തോമസ് എന്ന് പറഞ്ഞ ആളുടെ പേരിലാണ്. പക്ഷെ അയാളുടെ പേരിൽ ബിനാമി എടുത്തിരിക്കുകയാണ്. ശരി.